അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷമം നമ്മളിൽ പലർക്കും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് കടമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു അമലിനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ഒരു മാറ്റം അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കൂട്ടില്ലേ. പുറത്തു നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സാധാരണ പണപ്രശ്നം പോലെയൊക്കെ തോന്നും. പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ യഥാർത്ഥ ഇടങ്ങേറ് മനസ്സിലാകുള്ളൂ. ചിലർക്ക് രാവിലെ കണ്ണ് തുറക്കണ നിമിഷം മുതൽ തന്നെ ഒരു ചിന്തയാക്കാരം, ഇന്ന് എങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് ഫോണ് ഒന്ന് റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പേടി. വാങ്ങാൻ പറഞ്ഞ ആളായിരിക്കുമോ? അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ അവോയ്ഡ് ചെയ്യാൻ തോന്നും. ചിലർക്ക് ബന്ധുക്കളുടെ മുമ്പിൽ പോകാൻ പോലും മടിയാണ്. കാരണം ചോദ്യം വരുമോ എന്നുള്ളൊരു ഭയം. ചിലർക്ക് വരുമാനം ഉണ്ടെങ്കിലും മതി വരില്ല. ചിലർക്ക് പണം കിട്ടുമ്പോൾ തന്നെ അത് പല ഭാഗത്തു കൂടെ ആയിട്ട് പോകുന്നുണ്ട്. ചിലർക്ക് ചെറിയൊരു തെറ്റ് കാരണം വലിയ കടം വന്നിരിക്കും. ചിലർക്ക് ജീവിതം മുഴുവനും കഷ്ടപ്പെട്ടിട്ടും കടം മാത്രം കുറയൂല. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ എന്ന്. രാത്രിയിൽ കിടക്കുമ്പോൾ ഉറക്കം വരാതെ ചിന്തകൾ മാത്രം തലയിൽ തിരിഞ്ഞു മറിഞ്ഞു കിടക്കും. ഇത് ഒരു പണപ്രശ്നം മാത്രമല്ല, ഇത് നമ്മളുടെ മനസ്സിനെ തളർത്തുന്ന, നമ്മുടെ മനസ്സിനെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയാണ്. ആത്മവിശ്വാസം കുറക്കും, സന്തോഷവും കെടുത്തും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കടം എന്നുള്ളത് ഒരവസാനമല്ല, അത് മാറാത്ത ഒരവസ്ഥയും അല്ല, അത് മാറാവുന്നതാണ്. അള്ളാഹു വഴികൾ തുറക്കുന്നവനുമാണ്. നമ്മൾ കാണാത്ത വഴികളിൽ നിന്ന് നമ്മൾ പോലും അറിയാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ ഉറപ്പുള്ള ഒരു അമലാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇൻഷാ അള്ളാഹ് വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. ഒരു നിമിഷം ഞാൻ ഈ ഒരു അമല് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിയ്യത്ത് വെക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഇത്. നിങ്ങളുടെ കടത്തിൽ നിന്ന് വിജയിക്കാനുള്ള, കടത്തിൽ നിന്നൊരു മോചനം ലഭിക്കാനുള്ള ഒരു ടേണിംഗ് പോയിന്റ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇതിന് അർഹതപ്പെടുന്നവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പോസിറ്റീവ് കമൻറ്റുകൾ പറഞ്ഞിട്ട്, ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. അള്ളാഹു സുബ്ഹാനഹു തആല ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള അമലുകൾ ചെയ്യാനും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങൾക്കത് ചെയ്തിട്ട് ഫലം കിട്ടാനും തൗഫീക്ക് നൽകട്ടെ. ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാനൊരു ഇതിൻ്റെ ഒരു മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞു തന്നതുകൊണ്ടോ വരുന്നതല്ല. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ആത്മാർത്ഥതയും അതിൻ്റെ ആ ഒരു ഭയഭക്തിയും ഈ ഒരു അമലിൻ്റെ, ഈ ഓരോ അമലുകളുടെയും പ്രത്യേകതകൾ കൊണ്ടും വരുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യട്ടെ. ഇപ്പം ഞങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ജീവിതത്തെ കുറിച്ചിട്ടാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സമ്പന്നതയും സൗകര്യവും നിറഞ്ഞ ഒരു ജീവിതം പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അകത്ത് വലിയ പരീക്ഷണങ്ങൾ വന്നിട്ടുള്ള ഒരു ജീവിതമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റേത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വളരെയധികം സന്തോഷവാനായിട്ടുള്ള സമ്പന്നനായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയം വളരെ സോഫ്റ്റ് ആയിരുന്നു. ലജ്ജാശീലവും ശാന്തതയും നിറഞ്ഞിട്ടുള്ള ഒരാൾ. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ തന്നെ അവർ വലിയ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. സ്വന്തം ആളുകൾ തന്നെ അവരെ എതിർത്തിട്ടുണ്ട്. പക്ഷെ അവരൊരിക്കലും പിന്മാറിയിട്ടില്ല. അവർ തൻ്റെ സമ്പത്ത് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിച്ചു. മദീനയിലെ ആളുകൾക്ക് വെള്ളക്കുറവ് വന്നപ്പോൾ ഒരു കിണർ വാങ്ങി അത് മുഴുവനും മുസ്ലിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ പണം സ്വന്തം സുഖത്തിനല്ല മറ്റുള്ളവരുടെ നന്മക്കായിട്ട് ഉപയോഗിക്കുക, അതാണ് യഥാർത്ഥ സമ്പത്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തും പരലോകത്തും അവർക്ക് വിജയിക്കാൻ അത് മതി. പക്ഷെ ജീവിതം എല്ലായ്പ്പോഴും സുഖമല്ല അല്ലേ. പിന്നീട് അവരൊരു ഖലീഫയായി. വലിയ ഉത്തരവാദിത്തം, അതിനൊപ്പം വലിയ പരീക്ഷണങ്ങളും. അവരെക്കുറിച്ചിട്ട് തെറ്റായ ആരോപണങ്ങൾ പരത്തി. ആളുകൾ അവരെ തെറ്റായി മനസ്സിലാക്കി. അവരുടെ ജീവിതത്തെ ഏറ്റവും കഠിനമായിട്ടുള്ളൊരു സമയമായിരുന്നു അത്. അവരുടെ വീട് വളഞ്ഞപ്പോൾ ദിവസങ്ങളോളം അവരെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ പീഡിപ്പിച്ചു. ചിന്തിച്ചു നോക്കുകയാണെ, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം മുഴുവനും നന്മക്കായി ചെലവഴിച്ചിട്ടും അങ്ങനെ ഒരവസ്ഥയിൽ എത്തുക എന്നുള്ളത്. പക്ഷേ അവരെന്ത് ചെയ്തു? അവരവരുടെ ക്ഷമ കൈവിട്ടില്ല, പ്രതികാരവും ചെയ്തില്ല. ശാന്തമായിട്ട് അള്ളാഹുവിനെ ആശ്രയിക്കുകയാണ് ചെയ്തത്. അവസാനം അവർ ഖുർആൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ അവരെ ശത്രുക്കൾ വന്ന് ആക്രമിക്കുകയാണ്. അവൻ്റെ രക്തം ഖുർആൻ്റെ പേജുകളിൽ, ഏടുകളിൽ വീഴുകയാണ്.
ഇതൊരു കഥയല്ലേ, യഥാർത്ഥ ചരിത്രമാണ്. നമ്മുടെ മുൻഗാമിയായിട്ടുള്ള നമ്മുടെ ഖലീഫയായിട്ടുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേരിട്ടിട്ടുള്ള ത്യാഗങ്ങളാണ്. ഒരു മനുഷ്യൻ എത്ര വലിയ പരീക്ഷണങ്ങളാണെങ്കിലും അള്ളാഹുവിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവർ തകരൂല തളരൂല എന്നുള്ളതിനുള്ള തെളിവ് കൂടിയാണ് ഇത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതാണ് ആ ഒരു അമല് എന്ന് കൂടെ ഒന്ന് നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ആളുകളാണ്. എത്രയോ ഉമ്മമാരാണ് ഓരോ ദിവസവും കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളത് സൊല്യൂഷൻ ആവട്ടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ കടത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു ചെറിയ തുടക്കം, ദിവസവും ഞാൻ ഈ പറയുന്നൊരു സ്വലാത്ത് നമ്മുടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലല്ലേ, അത് നമ്മളെ കൊണ്ട് കഴിയുന്ന എണ്ണങ്ങൾ ചെല്ലുക. നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര എണ്ണം ചെല്ലണം എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഖുറാനിലൊരു പ്രത്യേക സൂറത്തുണ്ട്, സൂറത്തുൽ വാക്കിയ. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ളുഹ നിസ്കാരത്തിന് ശേഷവും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷവും നമ്മൾ ഡെയിലി ഓതി വരിക. ഒരു തവണ ഓതിയാൽ മതി, കൂടുതലൊന്നുമില്ല. ളുഹ നിസ്കാരം നമ്മൾ മുടക്കം ചെയ്യാതിരിക്കാം അല്ലേ. പിന്നെ രാത്രി ഒരു 10 മിനിറ്റ് വുളൂ ചെയ്ത് ഒരു 2 റക്അത്ത് നമസ്കാരം. അതിനുശേഷം നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു ആയത്ത്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹിം എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്തുണ്ടല്ലോ, അതിനെ നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതും നമ്മളെ കൊണ്ട് കഴിയുന്ന എണ്ണം ഒരു 33 തവണയോ 11 തവണയൊക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയുകയാണെങ്കിൽ, ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ കുറച്ച് ദിവസം സാധിക്കുകയാണെങ്കിൽ മാറ്റം ഉടൻ വരുമൊന്നുമില്ല, പക്ഷേ അത് തുടങ്ങുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കരുതാത്ത സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വഴികൾ തുറക്കുക തന്നെ ചെയ്യും. ഇന്ന് നിങ്ങളെടുത്ത ഈ ഒരു തീരുമാനമുണ്ടല്ലോ, അത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന ഒരു തുടക്കമാകുന്ന ഒരു നിമിഷമായിരിക്കും. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു അമലിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ഉമ്മമാർ കണ്ണീരോടുകൂടെ കമൻറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് ഉമ്മമാർ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ അവരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രതിഫലം റബ്ബ് കൊടുക്കുക ചെയ്യട്ടെ. അതിൻ്റെ ആ ഒരു ഫലം റബ്ബ് സുബ്ഹാനഹു തആല ഇത്തരം അമലുകളിലൂടെ കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. വസിയത്തോടു കൂടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാട്ടില്ലേ. അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.